ഇംപ്രൂവ്മെന്റ് ഓഫ് സേ എക്സാമോ എഴുതാൻ ഉദ്ദേശിക്കുന്നവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, സേ എക്സാമും ഇംപ്രൂവ്മെന്റ് എക്സാമും നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എഡ്യൂപോർട്ടിന് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അല്പം ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ആലോചിച്ചിട്ട് നല്ല രീതിയിൽ ആലോചിച്ച് അത് ഡീറ്റെയിൽ ആയിട്ടാണ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ മാക്സിമം കമൻസിലൂടെ ഗോത്രൂ ചെയ്യും. ഞങ്ങളത് ആലോചിച്ച് ഞങ്ങൾ കൂടി പ്രാക്ടിക്കലായ കേസിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ആലോചിച്ച് തുടങ്ങാം. റെഡി? അപ്പോൾ നിങ്ങളെ കമൻസിലായിരിക്കും ഞങ്ങൾ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. റെഡി? സോ ബാക്ക് ടു ദിസ്. ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഇംപ്രൂവ്മെന്റ് സേ എക്സാം എന്ന് പറഞ്ഞത് രണ്ടും രണ്ട് എക്സാം അല്ല, രണ്ടും ഒരു എക്സാമാണ്. ഇംപ്രൂവ്മെന്റും സേയും എന്ന് പറഞ്ഞാൽ ഒരേ എക്സാമാണ്. ആൻഡ് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ പൂർണ്ണനാമം എന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ് ബാർ സേ ജൂൺ 2024 എന്നാണ്. ഇനി ആർക്കൊക്കെ എന്നുള്ളത് കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു പേപ്പറിൽ നിങ്ങളുടെ +1 ഒന്നും അല്ല കേട്ടോ, +1 ഗ്രേഡ് ഒന്നുമില്ല. +2 ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 200 അതിന്റെ സൈഡിൽ ഒരു ഗ്രേഡ് ഉണ്ടാവും. ഡിയോ അതിന്റെ താഴെയോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എക്സാമിനെ സേ എക്സാം എന്നാണ് വിളിക്കുക. ബേസിക്കലി നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നായിരിക്കും അതിനർത്ഥം. അക്കൂട്ടർക്ക് എഴുതാൻ പറ്റുന്ന മാക്സിമം പേപ്പറിന് ലിമിറ്റ് ഇല്ല. മാക്സിമം 6 പേപ്പർ വരെ അവർക്ക് എന്ത് ചെയ്യാം, സേ എക്സാം എഴുതാം. എന്നാൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പേപ്പറിൽ D+ or above, അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള കേസാണെങ്കിൽ ആ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവിടെ ഒരു പേപ്പറെ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളും മാത്സും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പറ്റില്ല. ഒരു സബ്ജക്റ്റ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നിന് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി ബാക്കി കാര്യങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകം ഇറക്കിയ നോട്ട്സ് ഉണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത് ബയോളജി ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യുന്ന കുട്ടികളുടെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് കൈ വെക്കണേ. ബയോളജി ഇമ്പ്രൂവ് ചെയ്യുന്നത് ചിലപ്പോൾ നഴ്സിംഗ് പോലത്തെ സീറ്റ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയുടെ മാർക്ക്. അവിടെ ബോട്ടണിയിലാണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ട് വിചാരിക്കും. നിങ്ങൾക്ക് ബോട്ടണി മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സുവോളജിയും കൂടി എഴുതണം. അത് സേ ആണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. നിങ്ങൾ 2 പേപ്പറും ബോട്ടണിയും സുവോളജിയും, അതായത് ബയോളജി എൻ്റയർ ആയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ 2024 ഹയർ സെക്കൻഡറി രജിസ്ട്രേഷൻ പ്രോസസ്സിലില്ല, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അസുഖം മറ്റു കാരണങ്ങളുണ്ടെങ്കിൽ അവർക്ക് സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ല എഴുതാനുള്ള, അവർക്ക് വേറെ രജിസ്ട്രേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ. അതായത് പല കുട്ടികൾക്കും പ്രാക്ടിക്കൽ എക്സാംസിന് മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ 1 മാർക്കോ 2 മാർക്കോ വൈബ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ല കേട്ടോ. അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യം അല്ല എന്നുള്ളതാണ്. ആൻഡ് അടുത്ത കാര്യം, നിങ്ങളുടെ സിഇയും പിഇയും, അതായത് സിഇ മാർക്കും പി മാർക്കും ഓൾറെഡി ഉള്ളത് നേരെ ക്യാരി ഫോർവേഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഇല്ല. ഇനി ഇൻ കേസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം എഴുതിയിട്ടില്ല എന്നുള്ള കൂട്ടരാണെങ്കിൽ അവർക്ക് ഇതിലൂടെ എഴുതാനും പറ്റും. അപ്പോൾ സേ എക്സാമിൽ പ്രാക്ടിക്കൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫോമൊക്കെ വെക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ സ്റ്റെപ്പ് വീഡിയോ വേറെ ചെയ്യാം. ഇനി അടുത്ത ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് വന്നിട്ടുണ്ട് 15-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ ഫൈനൊന്നുമില്ലാതെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച സ്കൂളിലല്ല, രജിസ്റ്റർ ചെയ്ത സ്കൂളിൽ തന്നെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് സത്യത്തിൽ കുറച്ചും കൂടി 2 ദിവസം കൂടി എക്സ്റ്റൻഷൻ ഉണ്ട്, 17-ാം തീയതി. അത് വിത്ത് ഫൈനാണ്, 600 രൂപ ഫൈൻ അടയ്ക്കണം. അതിനൊന്നും നോക്കണം, വേഗം രജിസ്റ്റർ ചെയ്തോ. ബാക്കി ഡേറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾ അറിയേണ്ട കാര്യം. സോ 15-ാം തീയതി നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് കണ്ടിട്ട് ബാക്കി പ്രോസസ് ഒക്കെ ചെയ്യുക. അതെങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇനി അതിൻ്റെ ഫീസ് നോക്കുകയാണെങ്കിൽ, സേ ആണ് നിങ്ങൾ എക്സാം എഴുതുന്നെങ്കിൽ ഒരു പേപ്പറിന് 150 രൂപയാണ് കേട്ടോ. സോ 2 പേപ്പർ ഉണ്ടെങ്കിൽ 300 രൂപ എന്നുള്ള നിലക്ക് അത് നിങ്ങൾ ഫീസ് അടച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ വിത്ത് പ്രാക്ടിക്കൽ, ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് ആണെങ്കിൽ അതിന് 125 രൂപയായിരിക്കും. ഒരു 25 രൂപ പ്രാക്ടിക്കലിൻ്റെ പൈസ ഉണ്ടാവും. ഇനി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 500 പെർ സബ്ജക്റ്റാണ്. ഒരു സബ്ജക്റ്റിന് 500. അത് പെർ സബ്ജക്റ്റ് എന്നില്ല, ഒറ്റൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ആകെ അടയ്ക്കേണ്ടത് 500 രൂപയാണ്. ഇനി സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, തിരുത്തുണ്ടെങ്കിൽ, അതായത് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു 40 രൂപ അതിന് ശേഷം അടയ്ക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്തത് എക്സാം ഡേറ്റിൻ്റെ എനിക്കറിയില്ല, ഒന്ന് കൺഫർമേഷൻ വാങ്ങണേ. ഇല്ലാന്നാണ്, അത് ആയിട്ട് മതിയാവും. 40 രൂപയല്ലേ ഉള്ളൂ. ഇനി എക്സാം ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ജൂൺ 12 മുതലാണ് എക്സാം ഡേറ്റ് വരുന്നത്. ഇതാ നോക്കിയോ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ജൂൺ 12 മുതൽ ഇതാ ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് നിങ്ങൾ അത് എടുക്കുക. ഇതിപ്പോൾ സയൻസുകാർ മാത്രം കേട്ടോ. കൊമേഴ്സുകാരോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ വേറെ കൊമേഴ്സ് ചാനലിൽ വരുന്നുണ്ട്, അത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതായിരിക്കും. അപ്പോൾ കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവോ സേ എക്സാം എഴുതാൻ പോകുന്നത് ഇംഗ്ലീഷ് ഒന്നും ഉണ്ടാകും. പിന്നെ
ഇമ്പ്രൂവ് ചെയ്യാൻ പലരും ഈ സെക്കൻഡ് ലാംഗ്വേജ് ചാൻസ് ഉണ്ട്. പലരും ഇമ്പ്രൂവ് ചെയ്യാൻ സെക്കൻഡ് ലാംഗ്വേജ് ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കൊക്കെ മലയാളത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ മേ ബി മാത്സോ ബാക്കി ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സേ എക്സാം എഴുതുന്ന എക്സാം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്ക് ഐഡിയ കിട്ടാനാണ് ഏതിനാണ് കൂടുതൽ കുട്ടികൾ എന്നുള്ളത് കേട്ടോ. ശരി, ബൈ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു മാക്സിമം നോക്കാം. മാർക്ക് കുറഞ്ഞവർ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം.